നമസ്കാരം. പൊട്ടിത്തെറികൾക്കൊടുവിൽ അങ്ങനെ അമ്മ ഭരണസമിതി രാജിവച്ചിരിക്കുകയാണ്. കടുത്ത ആഭ്യന്തര കലഹങ്ങൾക്കും ചേരിപ്പോരിനുമിടെ ചേർന്ന താരസംഘടനയായ അമ്മയുടെ നിർണായക ജനറൽ ബോഡി യോഗത്തിലാണ് ഇത്തരത്തിൽ അവർ നിർണായകമായ ഒരു തീരുമാനം തന്നെ എടുത്തിരിക്കുന്നത്. എല്ലാവരും തന്നെ രാജിവച്ചിരിക്കുകയാണ്. വരവ് ചെലവ് കണക്കുകളെ ചൊല്ലി വലിയ തർക്കമായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ അവതരിപ്പിച്ച വാർഷിക റിപ്പോർട്ടിലെ വരവ് ചെലവ് കണക്കുകളിൽ വ്യക്തതയില്ലെന്ന് ആരോപിച്ചുകൊണ്ട് സിദ്ദിഖ്, ബാബുരാജ്, ഇടവേള ബാബു എന്നിവരടങ്ങുന്ന പ്രമുഖർ റിപ്പോർട്ട് പാസാക്കാൻ സമ്മതിക്കാതെ രംഗത്ത് വരികയായിരുന്നു. കണക്കുകളിൽ പിഴവുകളുള്ള റിപ്പോർട്ട് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് രഞ്ജി പണിക്കരും വ്യക്തമാക്കിയതോടെ യോഗം കലുഷിതമായിരുന്നു. തുടർന്ന് വിഷയം പഠിക്കാൻ 45 ദിവസത്തെ സമയം വേണമെന്ന് പ്രസിഡന്റ് ശ്വേത മേനോൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. തർക്കത്തെ തുടർന്ന് ഉച്ചയ്ക്ക് ശേഷവും റിപ്പോർട്ട് പാസാക്കാനുള്ള തീവ്ര ശ്രമങ്ങളൊക്കെ തന്നെ തുടർന്നു വരികയായിരുന്നു. ഇതിനിടയിലാണ് ഭരണസമിതി രാജിവച്ചിരിക്കുന്നത്. സിദ്ദിഖ്, ബാബുരാജ്, ഇടവേള ബാബു തുടങ്ങിയ പ്രമുഖർ റിപ്പോർട്ട് പാസാക്കുന്നതിനെ എതിർത്തപ്പോൾ മോഹൻലാൽ ഇടപെടണമെന്ന് ഗണേഷ് കുമാർ ആവശ്യപ്പെടുകയായിരുന്നു. കൊച്ചി കാക്കനാട് ചിറ്റിലപ്പള്ളി സ്ക്വയറിലാണ് യോഗം ചേർന്നത്. മുൻപെങ്ങുമില്ലാത്ത വിധം കടുത്ത പ്രതിസന്ധിയിലൂടെ സംഘടന കടന്നുപോയ പശ്ചാത്തലത്തിൽ നിലവിലെ ഭരണസമിതി പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ചുകൊണ്ട് ഒരു വിഭാഗം അംഗങ്ങൾ രംഗത്തെത്തിയതോടെ യോഗം പ്രക്ഷുബ്ധമാകുകയായിരുന്നു. ഭരണസമിതി തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഒഴിയണമെന്നും ഭരണം താൽക്കാലിക സമിതിക്ക് കൈമാറണമെന്നും ആവശ്യപ്പെടുന്ന അവിശ്വാസ പ്രമേയത്തിന്റെ കരട് രേഖ പല അംഗങ്ങളും ചേർന്ന് തയ്യാറാക്കിയത് സംഘടനയ്ക്കുള്ളിലെ ഭിന്നത മറനീക്കി പുറത്തു കൊണ്ടുവന്നിരുന്നു. മുൻനിര താരങ്ങളായ മമ്മൂട്ടി, സുരേഷ് ഗോപി എന്നിവർ യോഗത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്നപ്പോൾ രാവിലെ ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്ത മുൻ പ്രസിഡന്റ് മോഹൻലാൽ മാത്രമായിരുന്നു പ്രധാന സാന്നിധ്യമായി പങ്കെടുത്തത്. ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ അവതരിപ്പിച്ച വാർഷിക റിപ്പോർട്ടിലെ വരവ് ചെലവ് കണക്കുകളെ ചൊല്ലിയാണ് യോഗത്തിൽ പ്രധാനമായും വൻ തർക്കങ്ങളും നാടകീയ രംഗങ്ങളും അരങ്ങേറിയത്. കണക്കുകളിൽ ഒട്ടനവധി പിഴവുകളുണ്ടെന്നും വ്യക്തതയില്ലെന്നും ആരോപിച്ച് പ്രമുഖ നടന്മാരായ സിദ്ദിഖ്, ബാബുരാജ്, ഇടവേള ബാബു, രഞ്ജി പണിക്കർ തുടങ്ങിയവർ റിപ്പോർട്ട് പാസാക്കാൻ സമ്മതിക്കാതെ കടുത്ത എതിർപ്പ് രേഖപ്പെടുത്തുകയായിരുന്നു. പിന്നീട് 45 ദിവസത്തെ സമയം വേണം തനിക്കിത് പഠിക്കാനെന്ന് ശ്വേത മേനോൻ ആവശ്യപ്പെടുകയായിരുന്നു. അംഗങ്ങൾ തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ അതിരുവിട്ടതോടെ ഈ തർക്കങ്ങളിൽ മുൻ പ്രസിഡന്റ് മോഹൻലാൽ ഇടപെട്ട് കൃത്യമായ നിലപാട് വ്യക്തമാക്കണമെന്ന് KB ഗണേഷ് കുമാർ ആവശ്യപ്പെടുകയായിരുന്നു. എന്തായാലും തുടർന്ന് യോഗത്തിൽ അതീവ വൈകാരികമായി സംസാരിച്ച മോഹൻലാൽ വ്യക്തിപരമായ ഭിന്നതകൾ എന്തു തന്നെ ഉണ്ടായാലും ഈ സംഘടനയെ ഒരു തരത്തിലും തകർക്കാൻ ആർക്കും കഴിയില്ലെന്ന് ഉറപ്പിച്ചു പറയുകയായിരുന്നു. എന്നാൽ വാർഷിക റിപ്പോർട്ട് പാസാക്കാതെ നിലവിലെ ഭരണസമിതിക്കും എങ്ങനെ മുന്നോട്ടു പോകാൻ സാധിക്കുമെന്ന ചോദ്യത്തിൽ ഒരു വിഭാഗം ഉറച്ചു നിൽക്കുകയായിരുന്നു. ചേരിപ്പോരിനൊടുവിൽ ഇപ്പോഴിതാ ഭരണസമിതി പൂർണ്ണമായും രാജിവച്ചിരിക്കുകയാണ്.